SSLC പരീക്ഷാ സർട്ടിഫിക്കറ്റുകളുടെ തിരുത്തലിനും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതിനും കാലതാമസമുണ്ടെന്ന പരാതി ശ്രദ്ധയിൽപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ശംസുദ്ദീൻ പരീക്ഷാഭവനിൽ മിന്നൽ പരിശോധന നടത്തി. പരീക്ഷാഭവനിലെത്തിയ അപേക്ഷകരുടെ പരാതികൾ കേട്ട് മന്ത്രി അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകി. SSLC സർട്ടിഫിക്കറ്റുകളുടെ തിരുത്തലിനും ഡ്യൂപ്ലിക്കേറ്റ് ലഭിക്കുന്നതിനും 2 മുതൽ 3 മാസം വരെ കാലതാമസം വരുന്നുണ്ട്. മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സർട്ടിഫിക്കറ്റുകൾ വേഗത്തിൽ ലഭ്യമാക്കാൻ നടപടി അതിവേഗം നടപ്പിലാക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചത്. ഡ്യൂപ്ലിക്കേറ്റുകളിലെ വിവരങ്ങൾ സ്കൂളിൽ പോയി തിരിച്ചു വരുന്നത് കൊണ്ടാണ് നിലവിലെ കാലതാമസമെന്ന് പരീക്ഷാഭവനിലെ ജീവനക്കാർ മന്ത്രിയെ അറിയിച്ചു. ഈ സാഹചര്യത്തിൽ അത് ഒഴിവാക്കുന്നതിനു വേണ്ടി കാലാനുസൃതമായി മാറ്റം വരുത്താൻ മന്ത്രി നിർദ്ദേശിച്ചു. അതിനുവേണ്ടി പരീക്ഷാഭവനിൽ അടിയന്തരമായി 60 ലാപ്ടോപ്പുകൾ അനുവദിച്ചതായി മന്ത്രി അറിയിച്ചു. അപേക്ഷകൾ 15 ദിവസത്തിനകം സർട്ടിഫിക്കറ്റുകൾ നൽകണം. പരീക്ഷാഭവനിലെ റിസപ്ഷനിലെ ഫോണുകൾ എടുക്കുന്നില്ലെന്ന പരാതി മന്ത്രിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷകൾ വിവരങ്ങൾ നൽകാൻ റിസപ്ഷനിലും സൂപ്രണ്ടുമാർക്കും മൊബൈൽ ഫോൺ സൗകര്യം ഉറപ്പാക്കണമെന്നും അപേക്ഷകൾ കൂടുതൽ സമയം ക്യൂ നിൽക്കുന്നത് ഒഴിവാക്കാൻ കൗണ്ടറിൽ കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കണമെന്നും മന്ത്രി പരീക്ഷാഭവൻ സെക്രട്ടറിക്ക് കർശന നിർദ്ദേശം നൽകി. ഇക്കാര്യങ്ങളെല്ലാം പരീക്ഷാഭവൻ ജോയിന്റ് കമ്മീഷണർ മോണിറ്ററിംഗ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ കർശന മാർഗനിർദ്ദേശം തയ്യാറാക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് മന്ത്രി നിർദ്ദേശിച്ചു.